ഹായ് ഫ്രണ്ട്സ്, SSC CGL 2025 ടിയർ 2 എക്സാമിനേഷൻ 2026 ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ നടത്താനിരിക്കുകയാണ്. അപ്പം ഒക്ടോബർ മുതലേ പ്രിപ്പറേഷൻ തുടങ്ങിയ പല ആൾക്കാരുണ്ടാവും. ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ടിയർ 2 ഉറപ്പായ ആൾക്കാരുണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം ടിയർ 1 ക്ലിയർ ചെയ്യുമെന്നുള്ള ഡൗട്ടുള്ള ആൾക്കാരുണ്ട്. കാരണം കട്ട് ഓഫിന്റെ ഒരു നല്ല രീതിയിൽ താഴ്ന്നുള്ള ഒരു അസംഷൻ ഉണ്ട്. അപ്പോൾ അവരൊക്കെ സംബന്ധിച്ചിടത്തോളം പല ആൾക്കാരും ഇപ്പം പ്രിപ്പറേഷൻ കുറച്ച് ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം കുറച്ച് കാലമായി, അതായത് ഒക്ടോബർ നവംബർ ഇപ്പൊ രണ്ട് മാസത്തിലധികമായി നമ്മളെ സംബന്ധിച്ചിടത്തോളം CGL എക്സാമിനേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ടിയർ 1 എക്സാമിനേഷൻ കഴിഞ്ഞു. എന്നാൽ ടിയർ 1 എക്സാമിനേഷൻ റിസൾട്ട് വന്നിട്ടില്ല. ടിയർ 2 എക്സാമിനേഷൻ എന്ന് നടക്കും എന്നുള്ളതിനെ പറ്റി യാതൊരു ഉറപ്പും നമ്മളുണ്ടില്ല. അപ്പൊ പലരും പ്രിപ്പറേഷൻ ഒരു നെഗറ്റീവ്, ഒരു പോസിറ്റീവ് ഗ്രോത്തിന് പകരം ഒരു നെഗറ്റീവ് ഗ്രോത്തിലായിരിക്കും പലരും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് വെറും 1-2 മാസം മാത്രമാണ്. ആ 1-2 മാസം നമ്മൾ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രോപ്പറായിട്ട് 10 മണിക്കൂറെങ്കിലും ഒരു ദിവസം വെച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടിയർ 2 എക്സാമിനേഷനോട് കൂടെ നമ്മളെ ഓൾമോസ്റ്റ് മുന്നോട്ടുള്ള ഒരു 10, 60, 70 കൊല്ലം നമുക്ക് സെറ്റിൽ ആവാം. അത് നമ്മൾ ആകെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് 1-2 മാസമാണ്. ആ 1-2 മാസം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മുമ്പോട്ട് ഒരു 10-60 കൊല്ലം സെറ്റിൽ ചെയ്യാമെന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിൽ ഫുള്ളായിട്ട് ഇരുന്നിട്ട് എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അപ്പൊ പ്രിപ്പറേഷൻ നിങ്ങളതെല്ലാം ഒരു കറക്റ്റ് ട്രാക്കിലാണോ പോകുന്നത് എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് വീഡിയോ. സോ നിങ്ങൾ നോർമലി നമ്മൾ പലരിലും ഞാൻ കണ്ടുവരുന്ന ഒരു കാര്യം, GK ആയിരിക്കും ടിയർ 1 പലർക്കും മാർക്ക് കുറവ്. അപ്പം ഇനി ടിയർ 2 ഫുള്ളായി ഞാൻ QAയും അതേപോലെ തന്നെ RA ഒക്കെ നല്ല രീതിയിൽ സെറ്റാണ്. ഇംഗ്ലീഷ് അത്യാവശ്യം സെറ്റാണ്. അപ്പം ഇനിയുള്ള സമയം ഞാൻ GK തന്നെ ഫുള്ളായിട്ട് ഫോക്കസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് 6-7 മണിക്കൂർ GK വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യുന്ന പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അപ്പം എനിക്ക് അവരെ സംബന്ധിച്ച് പറയാനുള്ളത്, ഡെഫിനറ്റ്ലി GK എന്ന് പറയുന്നത് അത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. ഇത്രയൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ടിയർ 2 2024 ടിയർ 2 കണ്ട അവസ്ഥ എന്ന് വെച്ചാൽ ഇതേപോലെ 5-6 മണിക്കൂർ പഠിച്ച ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 3-4 ക്വസ്റ്റ്യൻ മാത്രമേ കറക്റ്റ് ആയിട്ട് അറിയുന്നുണ്ടായിട്ടുള്ളൂ. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ബാക്കി 3 സെക്ഷനും വളരെ എളുപ്പമാണ്. അപ്പം GK മാത്രം ടഫായ സ്ഥിതിക്ക് GK എന്തായാലും ഗസ് വർക്ക് ചെയ്തിട്ട് മാത്രമേ കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ഗസ് വർക്ക് ചെയ്ത് കറക്റ്റായ പല ആൾക്കാർക്കും കിട്ടി, റോങ് ആയാലും ഔട്ടായി എന്നുള്ള ഒരു രീതിയിലേക്കാണ് എത്തിയത്. എന്നാൽ 2025 ടിയർ 2 സംബന്ധിച്ചിടത്തോളം നിങ്ങൾ GK ടൈം ഓവറായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളെ ബാക്കിയുള്ള 3 ഏരിയയെ നന്നായിട്ട് ബാധിക്കും. അത് ഏതെങ്കിലും ഒരു ഭാഗം, എസ്പെഷ്യലി ഇംഗ്ലീഷ് നമുക്കറിയാം അത്യാവശ്യം നല്ല രീതിയിൽ ടഫായിരിക്കും. അപ്പം ഇംഗ്ലീഷ് ടഫ് ആകുന്ന സമയത്ത് നമ്മൾ ആ ഒരു രീതിയിൽ QAയും RAയും ഏതെങ്കിലും ഒരു സെക്ഷൻ കൂടി ടഫായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ 3 ഏരിയയെ നമുക്ക് നന്നായിട്ട് ബാധിക്കും. ഇപ്പൊ കുറെ പേര് എന്നോട് പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ GK ഒരുപാട് സമയം ഫോക്കസ് ചെയ്തു. ഇപ്പൊ എനിക്ക് സെക്ഷൻ 1 മാർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കയറുന്നില്ല എന്നത്. അപ്പൊ GK നമ്മൾ എന്തായാലും നമ്മൾ ഒരു ദിവസം കൊടുക്കുന്ന ടൈം എത്രയാണോ അതിലൊരു 30% മാത്രമേ മാക്സിമം കൊടുക്കാവൂ. 10 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്ത ഒരാളാണെങ്കിൽ 3 മണിക്കൂർ വരെ നിങ്ങൾ മാക്സിമം GK കൊടുക്കുക. അത് നിങ്ങൾക്കറിയാം. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓൾറെഡി GK എന്താ പറയാ, പല വീഡിയോസിന് മുമ്പ് പറഞ്ഞതാണ്, GK നിങ്ങൾ ഓൾറെഡി എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് പെർഫെക്റ്റ് ആക്കി വെക്കുക. അത് പെർഫെക്റ്റ് ആക്കി വെച്ചതിന് ശേഷം മാത്രം ഓരോ ടോപ്പിക്കിലും ഡീപ്പായിട്ട് മുന്നോട്ട് പോവാം. സോ GK എത്രത്തോളം ഡീപ്പായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം എന്നുള്ളത് ഇറ്റ് ഡിപ്പെൻസ്. അത് ഓരോരുത്തരെയും ഒരു ലെവൽ അനുസരിച്ചിരിക്കും. ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ കഴിഞ്ഞ ഈ 2025 CGL എക്സാമിനേഷനിൽ സെയിം ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ഒരു സിവിൽ സർവീസിന് കിട്ടിയ ഒരാളോട് സോൾവ് ചെയ്യാൻ പറയുന്ന സമയത്ത് അവർക്കും ഒരു 6-7 ക്വസ്റ്റ്യൻ മാത്രമേ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം GK അത്രയും ലെവലുള്ള ഒരു GK ആണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്രയും ലെവലുള്ള GK ചോദിക്കുന്ന സമയത്ത് നമുക്ക് മാർക്ക് കുറച്ച് മതി. നമ്മൾ വേണ്ടത് ബാക്കിയുള്ള 3 ഏരിയയിൽ നമ്മൾ സ്ട്രിക്ട്ലി ഫോക്കസ് ചെയ്യുന്നതാണ്. ഇതിൽ GK ഓവർ ടൈം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ QAയിൽ നല്ല കോൺഫിഡൻസ് ഉള്ള ആൾക്കാരായിരിക്കും. അവരുടെ QAയിലെ കോൺഫിഡൻസ് നിങ്ങളൊരു ഒരു 1 മന്ത് അല്ലെങ്കിൽ ഒരു 2 വീക്ക് പ്ലസ് ഒരു 1 മന്ത് നിങ്ങൾ ഓൾമോസ്റ്റ് QAയിലെ നിങ്ങൾ ടോപ്പിക് വൈസ് ചെയ്തിട്ടില്ല. ഡെയിലി ഒരു സെക്ഷനുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. സോ ടോപ്പിക് വൈസ് ആയിട്ട് നിങ്ങൾ നന്നായിട്ട് ചെയ്ത് പോരുന്നില്ലെങ്കിൽ ഒരു 1 മന്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളെ QAന്റെ സ്പീഡ് കുറയും, QAന്റെ കണ്ടന്റ് കുറയും. അപ്പൊ അതിന് നിങ്ങൾക്ക് മാർക്ക് കുറയും. ഇവിടെയുള്ള മാർക്ക് നിങ്ങൾ കൂടുതലില്ല. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു 30% മാത്രമേ നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വെക്കാവൂ, GKക്ക് വേണ്ടി മാറ്റി വെക്കാവൂ. അതേപോലെ തന്നെ QA പലരും ചെയ്യുന്നത്, QA എനിക്ക് അറിയാം എല്ലാ ടോപ്പിക് പറയാം, സെക്ഷൻ 1 ഡെയിലി ഓരോന്ന് ചെയ്ത് പോകുന്നുണ്ടെന്നാണ്. സെക്ഷൻ 1 നിങ്ങൾ നോക്കുക, ഒരു ടോപ്പിക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ വരും, അതിൽ 1-2 ക്വസ്റ്റ്യൻ മാക്സിമം വരും. ആ 2 ടൈപ്പ് മാത്രമേ നിങ്ങൾ ചെയ്തു പോരുന്നുള്ളൂ. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു പുതിയൊരു ടൈപ്പ് നിങ്ങൾ പഠിച്ചു, അതിലൊരു 2 മാസം കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ നോക്കുന്നു വെച്ചാൽ ആ ടൈപ്പ് നിങ്ങളോട് മറന്നു പോയിട്ടുണ്ടാവും. സോ ഡെഫിനറ്റ്ലി നിങ്ങളൊരു സെക്ഷൻ 1 ചെയ്യുന്നതിന്റെ കൂടെ നിങ്ങൾ ടോപ്പിക് വൈസ് ഏറ്റവും മിനിമം ഒരു 2 ടോപ്പിക്കിനെങ്കിലും ടോപ്പിക് വൈസ് നിങ്ങൾ കൊണ്ടുപോകണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ടോപ്പിക് വൈസിലെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള കണ്ടന്റ് നിങ്ങൾക്ക് സ്ട്രെങ്ത് ചെയ്ത് വരിക മാത്രമേ നിങ്ങൾക്ക് ഓൾറെഡി സ്ട്രോങ് ആണ് നിങ്ങൾ. പക്ഷെ നിങ്ങളോട് അത് മറന്നു പോകാതെ, അത് പലരും നിങ്ങളെ സിലബസിൽ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ഒരു മെത്തേഡിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത കാര്യമാണ്. അത് ഡെഫിനറ്റ്ലി നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. അത് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ QAന്റെ ലെവൽ അതേപടി നോക്കും. അതിന്റെ പുറമെയാണ് ഇംഗ്ലീഷ്.
ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് ഈ CGL Tier 2. അത് ഡിസൈഡ് ചെയ്യുന്നത് മൊത്തം ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പം ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു 3 മണിക്കൂർ നിങ്ങൾ ഇംഗ്ലീഷിന് കൊടുത്തേ പറ്റൂ. അത് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. 3 ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. ഞാൻ പറയുന്നത് നിങ്ങൾ GK ഓവറായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയം നിങ്ങൾ ഇംഗ്ലീഷിന് സ്പെൻഡ് ചെയ്യണം. കാരണം ഇംഗ്ലീഷിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് എപ്പോഴും കിട്ടും. എന്നാൽ GK സ്പെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് GK സ്പെൻഡ് ചെയ്യേണ്ടതല്ല. ഞാൻ ഈ പറഞ്ഞോളം 30% നിങ്ങൾക്ക് മാക്സിമം GK സ്പെൻഡ് ചെയ്യുക. അതിൽ കൂടുതൽ നിങ്ങൾ GK സ്പെൻഡ് ചെയ്യുക. അതിൽ കൂടുതൽ GK സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അത്രത്തോളം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും. അതായത് അവർക്ക് ഇംഗ്ലീഷിന് എക്സ്ട്രാ ടൈം കൊടുക്കണ്ട. അവർ ഏത് രീതിയിലുള്ള ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വായനാശീലമുള്ള ആൾക്കാർ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ എങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉള്ള ആൾക്കാരും Tier 1 അത്ര നല്ല രീതിയിൽ ഇംഗ്ലീഷ് സ്കോർ ചെയ്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് ആ ഇംഗ്ലീഷിന്റെ സമയം കൂടി നിങ്ങൾ എന്തെങ്കിലും കൊടുക്കാം, GK കൊടുക്കാൻ പറ്റും. ഇംഗ്ലീഷ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ തൊട്ട് മുമ്പേ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓരോരോ ടൈപ്പ് ഓഫ് ആൾക്കാർക്കും ഇംഗ്ലീഷ് എങ്ങനെ ഫോളോ ചെയ്യണം എന്നുള്ളത്. പക്ഷെ നിങ്ങൾ ഒറ്റ കാരണം വെച്ചാൽ QA സമയം നിങ്ങൾ കുറയ്ക്കരുത്. QA സമയമാണ് പലപ്പോഴും പല ആൾക്കാരും കുറച്ചത് ഒരു സെക്ഷൻ 1 എടുക്കും, അതിന് 1 മണിക്കൂർ മതി. ബാക്കി ഒരു സമയം നിങ്ങൾ QA കൊടുക്കുന്നില്ല. അതിലൂടെ ആ സമയം കൂടി നിങ്ങൾ GK ഫോക്കസ് ചെയ്യും. പോരാ, നിങ്ങളൊരു 2 ടോപ്പിക് വൈസ് എങ്കിലും ഒരു 30 ക്വസ്റ്റ്യൻ ഇതിലുള്ള 2 ടോപ്പിക് വൈസ് ടെസ്റ്റ് എങ്കിലും ഒരു ദിവസം നിങ്ങൾ എടുത്തിരിക്കണം. ഇതെല്ലാം കൂടി നിങ്ങൾക്ക് ഒരു 3 മണിക്കൂറോളം എന്തായാലും QA വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. 3 മണിക്കൂർ നിങ്ങൾ ചിലപ്പോൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതൊരു മസ്റ്റാണ് QA വേണ്ടിയിട്ട്. അതിനുശേഷമുള്ള സമയം മാത്രമേ നിങ്ങൾ എന്ത് വേണ്ടി GK വേണ്ടി ഫോക്കസ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ പലരും പല രീതിയിൽ ഡൗൺ ആയിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ഏത് രീതിയിൽ ടൈം ടേബിൾ പ്ലാൻ ചെയ്യണം, ഞാൻ ഇതുവരെ ഒന്നും നോക്കിയിട്ടില്ല, ഇനി നോക്കി തുടങ്ങണം, Tier 1 കിട്ടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ പല രീതിയിലും ഡൗട്ടുള്ള ആൾക്കാരുണ്ടാവും. എങ്ങനെ കൊണ്ടുപോകുന്ന ഡൗട്ടുള്ള ആൾക്കാരുണ്ടാവും. ഏത് മെറ്റീരിയൽ യൂസ് ചെയ്യണമെന്നുള്ള ഡൗട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. Tier 1 പോകുന്ന പോലെ Tier 2 പോയാൽ നമുക്ക് കാര്യമില്ല. പിന്നെ Tier 1 സെക്ഷൻ 1 മോക്ക് അല്ലെങ്കിൽ ഫുൾ മോക്ക് എടുത്തിട്ട് മാർക്ക് കയറുന്നില്ല, മുന്നോട്ട് കയറുന്നത് 250 260 റേഞ്ചിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഒരു കൂടും ബാക്കി സംഭവങ്ങളൊക്കെ കിടക്കുന്ന സമയത്ത് ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് അറിയില്ല. ഇങ്ങനെ കൺഫ്യൂഷനുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഇതിന്റെ താഴെ കൊടുക്കുക, ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഞാൻ കൊടുക്കും. ആ നമ്പർ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വാട്സാപ്പ് ചെയ്താൽ മതി. ഞാൻ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ എനിക്ക് പറ്റാത്ത രീതിയിലുള്ള ഗൈഡൻസ് ഞാൻ തരാം. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.